എടോ അപ്പം ഇല്ലേ, ഇന്നത്തേക്ക് ഈ ബൈക്ക് താൻ സൂക്ഷിച്ചോണം. അപ്പം ഞാൻ പറയുമ്പോൾ താൻ ഇവിടുന്ന് പൊക്കോണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും കേട്ടാ. ഓക്കെ സാർ. നീ ഓക്കെ സാർ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതില്ലേ, മര്യാദയ്ക്ക് ബൈക്ക് നോക്കടാ കൊണ്ട്. എന്നിട്ട് മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കോണം കേട്ടാ. ശരി സാർ. ശരി സാർ എന്നല്ല, ശരി സാർ, അങ്ങനെ പറയടാ. നീ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കയില്ല, മര്യാദയ്ക്ക് അവിടെ നിന്നോണം. എൻ്റെ പോലീസ് വണ്ടി എടുത്തോണ്ട് പോട്ട്. തൽക്കാലം താൻ ഇവിടുന്ന് പൊക്കോ കേട്ടോ. താൻ ഇവിടുന്ന് തൽക്കാലം പൊക്കോ. ഞാൻ പറയണ വരെ താൻ ഇവിടുന്ന് തൽക്കാലം പൊക്കോ. പോയില്ലെങ്കിൽ ഞാൻ പോയിപ്പിക്കും കേട്ടാ. കേട്ടാടാ, അല്ലെങ്കിൽ ഞാൻ വന്ന് ഇടിക്കും കേട്ടോ. കേട്ടാടാ, അല്ലെങ്കിൽ ഞാൻ വന്ന് ഇടിക്കും, നോക്കിക്കോ. അവൻ്റെ ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കയില്ല, വെറുതെ അല്ല എന്നെ ഇങ്ങനെ പോലീസ് മറ്റേതാക്കിയത്. ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കയില്ല. ഞാൻ പുതിയ ഒരാളെന്ന് അറിയേണ്ട ഒരു ബോധമില്ല ഇവനൊന്നും. എടാ മോനെ, നീ അങ്ങോട്ട് കൊണ്ടുവാ. ചേട്ടാ ഒന്നും മിണ്ടാതിരി കേട്ടോ. ഒരു വലിയ ഇടക്കേട് കേസ് വന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, എന്നിട്ടാണ് ഞാൻ ഉള്ളത്. ഗൈസ്, എനിക്ക് എത്ര വണ്ടി ഉണ്ടെന്ന് കണ്ടോ. ഇതിവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം, എന്നിട്ട് തന്നെ പോലീസ് കൊണ്ട് എടുത്തുകൊണ്ട് പോവാം. അവിടെ ഇരി. എങ്ങനെ പോവാം? അതേ ബാക്കിലുണ്ട് പോലീസ് വണ്ടി, അത് പോയി എടുക്കാം. ഓയ് ദേ കണ്ട പോലീസ് വണ്ടി. ഇത് പോലീസ് വണ്ടിയാണ്, ഡമ്മി വണ്ടിയല്ല. അല്ലെങ്കിൽ ഡമ്മി വണ്ടി എവിടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഇത് പോലീസ് വണ്ടിയാണ്. ഇതേ കണ്ട കൈസ് ഓടണ കിടന്നു. എൻ്റെ ദൈവമേ. ഇൻസ്പെക്ടർ സാറേ, ഞാൻ ഇൻസ്പെക്ടർ അല്ല, ഞാൻ ഇല്ല പോലീസിനെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാറാണ്. സോറി സാറേ. സോറി ഒന്നും പറയണ്ടാ. നീ എന്നെ ഇൻസ്പെക്ടർ, എനിക്ക് ഇൻസ്പെക്ടർ, SI എനിക്ക് SI. എന്താ വല്ലതും വിളിയടാ. തെറ്റിപ്പോയി ഗൈസ്. അതെ ഗൈസ്, എനിക്കിപ്പോൾ ഈ വന്നിരിക്കണ പണിയില്ലേ, എന്തെന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അതിപ്പോൾ പറയാനില്ല. അങ്ങനെയാണെങ്കിൽ കേസാവും. അല്ലെങ്കിൽ എന്നെ ജയിലിലെടുത്ത് അടയ്ക്കാൻ പറ്റൂല, പക്ഷേ ഇല്ല ആർമിക്കാരുടെ ജയിലുണ്ടല്ലോ, അവരെ ഇട്ട് അടയ്ക്കാൻ പറ്റും. ഷടാ, ഞാൻ ഇപ്പോൾ പോലീസിൻ്റെ സ്ഥലവും മറന്നു പോയില്ല. ഇപ്പം ഞാൻ നോക്കിയതല്ലേ ഉള്ളൂ. ഒട്ടൻ എന്നെ തന്നെ ഞാൻ പറഞ്ഞു. ഷടാ, ഇപ്പം എന്നെ പോലീസ് ഇവിടെ പിടിക്കാൻ വരുമല്ലോ. ഞാൻ ഒരു പോലീസാണെന്നുള്ള ബോധം അവർക്കില്ല. ഒരു സ്റ്റാർ കിട്ടി. ഇതിന് എന്തിനാ എടാ, നില്ലടാ അവിടെ. വണ്ടി മോഷ്ടിച്ചോണ്ട് പോണ. എടാ പോണേ ചോദിക്കാൻ ഇല്ലേ, വണ്ടി മോഷ്ടിക്കുന്ന ആളല്ല. എടാ ഞാൻ SI ഇല്ലല്ല, ഞാൻ പോലീസിനെ തന്നെ നിയന്ത്രിക്കണ ഒരാളാണ്ടാ പൊട്ട. പോയി എങ്ങനെയൊക്കെയാ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞപ്പം. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവൻ പോയി. ഇവിടെ നേരെ പോയാൽ മതി ഗൈസ്, നേരെ പോയാൽ മതി. നേരെ പോയാൽ. എടാ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണം. ഗൈസ്, നീ എന്ത് ചെയ്യണോ? പോലീസ് സ്റ്റേഷൻ്റെ വഴി മറന്നു. ഇതേ ദിവസം ഞാൻ അങ്ങോട്ട് പോണല്ലേ. എന്താ ദൈവമേ. ഇനി എനിക്കറിയാൻ പറ്റണുണ്ട്. എനിക്കറിയാൻ പറ്റും. ഇനി ഞാനറിയാൻ പറ്റില്ല പോണ. നേരെ പോയാൽ മതി, അപ്പോഴത്തേക്കും കിട്ടും. നേരെ എങ്ങനെങ്കിലും നേരെ പോണം. ഇതാണ് എൻ്റെ അവസ്ഥ. അയ്യോ, എൻ്റെ ഈ വീഡിയോ എത്ര നേരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ വീഡിയോ ആണിത്. അപ്പം ഇല്ലേ, ഇത് ഒരുപാട് നേരം കാണും. ഗൈസ്, നിങ്ങൾ വാഴ 2 കണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എൻ്റെ ദൈവമേ, എല്ലാം ഉണ്ട് അതിനകത്ത്. എൻ്റെ ദൈവമേ, അത് കണ്ട് എനിക്കില്ല, അത് കാണാതിരിക്കാൻ പറ്റില്ല. ഞാനത് അഡിക്റ്റായി പോയി ഞാൻ ആ സിനിമയിൽ. പിന്നെ ഇല്ലേ, യൂട്യൂബിൽ ഞാൻ എൻ്റെ പ്രിൻ്റ് എടുത്ത് കണ്ട്. പക്ഷെ അപ്പം വീണ്ടും എടുത്ത് കാണാൻ നോക്കിയപ്പോൾ ആ പ്രിൻ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനില്ല, മറ്റേ ആൾ വേറെ ഏതോ ഒരാൾ.
അയാൾ ആ പ്രിൻ്റ് എടുത്ത് കളഞ്ഞ് കൈസ്, പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല, അഡിക്റ്റ് ആയോണ്ടേ. എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി കയറ്റു. വണ്ടി ഇടിച്ച്. ഓ, കറക്റ്റ് പാർക്കിംഗ് തന്നെ. പാർക്കിംഗ് ഇത് ഇന്ത്യൻ പോലീസാ. ഡോ ഗുഡ് മോർണിംഗ് സാർ. അവൻ്റെ ഗുഡ് മോർണിംഗ്. പിള്ളേരാടാ നീ? സോറി സാർ. സാറേ, എന്ത് വലിയ ഗെയിമായിട്ട് നടക്കാൻ പോണോ? അതിന് നീ ആറാ പറയാൻ? സോറി സാർ. നീ ആ ജയിലിലുള്ളവനെ പോയി അടിച്ച് തൂക്കട്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഷോട്ടിന് ഞാൻ കട്ടാക്കുവാണേ. എവിടെ? എൻ്റെ ദൈവമേ. ഡാ നീ എവിടെ ഇരിക്കുവായിരുന്നാ? ഡാ അടക്ക്. വീണ്ടും ആ തെറ്റ് ചെയ്താടാ? സാറേ, ഞാൻ അത് വീണ്ടും ചെയ്തില്ല. സാറേ, ഞാൻ അടിച്ച് തൂക്കിക്കളഞ്ഞല്ലോ. ഇതാണ് പോലീസുകാരുടെ മെനക്കേട്. കണ്ടാടാ? പോലീസുകാരുടെ മെനക്കേടെന്നല്ല, ഇതില്ലേ നിൻ്റെയൊക്കെ ഓരോ ഗതികേടാണ്. അവൻ്റെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നോളും. നമുക്ക് ഒരു ജയിൽ മാത്രമേ ഇറങ്ങി കിടക്കുള്ളൂ. എടാ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയടാ. അവനൊക്കെ ജയിൽ ചാടി. എന്നാൽ പിടിക്കണ്ടടാ. പിടിക്കാൻ നോക്കിയപ്പോൾ അവൻ പോയി. എന്നാൽ പോവണ്ട, അങ്ങനെ പോയി പിടിയടാ എല്ലാത്തിനെയും. അവൻ ഇങ്ങോട്ട് വന്നിരിക്കണം. അവൻ എന്തറിയോ ഒന്ന് പോയി പിടിക്കാത്ത? പല വഴിയിലും പോവും, പക്ഷേ ഈ ബുദ്ധിമോനായ ആളിരിക്കുമ്പോഴാണ് അവൻ്റെ കളി. ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും. ആദ്യം എൻ്റെ വീട്ടിൽ പോട്ടു, എന്നിട്ട് രാജേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഗൈസ്, ഇപ്പം എൻ്റെ വീട്ടിലുള്ള പോലീസുകാർ പോയി കാണും. അപ്പം ഇല്ലേ, അവരെ ഞാൻ സ്റ്റേഷനിലോട്ട് അയച്ചു വിട്ടു ഇങ്ങോട്ട്. അപ്പം ഇല്ലേ, അവരിപ്പോൾ പോയി കാണും. അവരില്ലേ ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. അവിടെ വല്ലതും കാട്ടുപോത്തോ പിന്നെ വല്ലതും വന്നല്ലേ വെടിവെച്ച് അപ്പം തന്നെ കൊന്നോളും. പിന്നെ ഇല്ലേ, ഈ കള്ളന്മാരെ പിടിക്കണ ഓഫീസേഴ്സാണ്. ദൈവമേ, എൻ്റെ വീടിന് ഇല്ലേ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇല്ലേ വീണ്ടും ഇടത്തോട്ട് തിരിയണം. എന്നിട്ട് പോയാൽ മതി. എൻ്റെ വീട് ഇങ്ങനെ ഇപ്പം എവിടെ ഇരിക്കണേന്ന് മറന്നുപോയി ഗൈസ്. എനിക്ക് മറന്നിടത്തുണ്ട്. മാപ്പ് പറയുക ഗൈസ്, എനിക്ക് വട്ടാണ്. ഞാൻ അവിടെ പോയി ഇടിച്ചതാണ്. മഴ വീട്. ഇതെന്താ ഓസോപ്പള്ളിയിൽ വിള്ളൽ വീണാ? അതെ, ഓസോപ്പള്ളിയിൽ വിള്ളൽ വീണ ഒരു കാര്യമില്ല. എൻ്റെ അടുത്ത് ഫ്രാങ്ക്ലിൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഓസോപ്പള്ളിയിൽ വിള്ളൽ വീണ അവൻ്റെ നാടിപ്പോൾ നശിക്കാൻ കിടക്കണ അവസ്ഥയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഒരു ദിവസം ഇല്ല, അവൻ്റെ നാട്ടിൽ ഇല്ലേ മസ്തിഷ്ക എന്തിനു വരും, നല്ല പോലെ ചുവന്നിരിക്കുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടല്ലോ. എന്തിന് മസ്തിഷ്ക എന്തുവാ? മസ്തിഷ്ക പറഞ്ഞല്ലോ. മസ്തിഷ്ക എന്തുവാ? മസ്തിഷ്ക എന്തുവായിരുന്നു? മസ്തിഷ്ക ചൊവ്വയാണ് വരണം ഒരു ദിവസം അവൻ്റെ അടുത്ത്. അവൻ്റെ ലോകത്ത് അവ ഇപ്പം ദുബായിലാണ് നിൽക്കണം. ആ ദുബായിൽ ഇപ്പം മെനക്കേടായ അവസ്ഥയിലാണ്. ഇനി കാണിക്കണത് കുറച്ച് ഇത്. യെസ് എടാ, എന്ത് ചൂട് വെള്ളമാടാ ഇത്. നല്ല ഇത്. നല്ല സ്വിമ്മിങ് പൂള് കേട്ടോ. കൊള്ളാം. ഇത് ഇച്ചിരി ഒരു ഷോർട്ട് ഫിലിം പോലെ എടുത്തോ ഗൈസ്. എൻ്റെ ദൈവമേ, എനിക്ക് കയറട്ടെ ഞാൻ. ഞാൻ സ്റ്റോയിട്ടിട്ടാണ് ചെയ്തത്. എൻ്റെ ദൈവമേ, പോലീസായതിൻ്റെ മെനക്കേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഗൈസ്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ.
മേലോട്ട് പോട്ട്. അയ്യോ മച്ചി ചിമ്മച്ചി. ഇനി രാജേട്ടാ എന്താ ഡോ എന്താടാ നീ എന്തിനാ ഇത് ചെയ്ത? നിനക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായിട്ടല്ല അങ്ങനെ ചെയ്യണ്ട കേട്ടാ. കേട്ടാടാ പറയടാ. നിനക്കേ അങ്ങനെ ചെയ്യാൻ പറ്റൂലേ. ഈ പോലീസ് അനിയനുള്ളതുകൊണ്ട് ഇല്ലേ നീയൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ നിന്നിപ്പോൾ ഇടിച്ച് പഞ്ചറാക്കിയതിന് കാര്യമുണ്ട് കേട്ടാ. കേട്ടെന്നാടാ. ഇനി കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലേ ഞാൻ ഇടിച്ചിടും കേട്ടാടാ. ഞാൻ ഇപ്പം നിന്റെ തലക്കാലത്തേക്ക് ഇടിച്ചിട്ട് വിട്ടെന്നേ ഉള്ളൂ കേട്ടാ. ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ട് ചാടി. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ വീഡിയോ എത്ര ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ബെല്ലൈക്ക് അടിക്കാത്തൊരു ബെല്ലൈക്ക് അടിച്ച് തരവായി ചെയ്യൂ. പിന്നെ ഇല്ലേ ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്യാത്തൊരു കമൻറ്റ് ചെയ്തോ. പിന്നെ ഇല്ലേ ഫോളോ ചെയ്തോ. പിന്നെ സപ്പോർട്ട് ചെയ്തോ.